ഹായ് ഓൾ. നമുക്കറിയാം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നൊരു തസ്തിക ഒരു ഡിപ്ലോമ യോഗ്യതയുള്ള തസ്തികയാണ്. എന്നാൽ ബിടെക് യോഗ്യത ഉള്ളവരൊക്കെ ധാരാളമായിട്ട് അപ്ലൈ ചെയ്യുകയും അത്യാവശ്യം സ്കൂൾ മേഖലയിൽ സ്കൂള് കോളേജ് ഡിപ്ലോമ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ അത്യാവശ്യം അധ്യാപന സമാനമായിട്ട് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം വരികയാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റുള്ള തയ്യാറെടുപ്പുകൾക്ക് മുമ്പ് തന്നെ എന്താണ് അവസാനമായിട്ട് നടന്ന എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അവസാനമായിട്ട് 22-ലായിരുന്നു ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. 22-ൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അന്നത്തെ സാലറി സ്കെയില് 41,300 തുടങ്ങി 87,000 അവസാനിക്കുന്ന ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള സാലറി ആയിരുന്നു. ഇനിയും ഇതിന്റെ ഏജ് ലിമിറ്റ് അന്ന് 18 വയസ്സ് മുതൽ 36 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 4 വർഷം കൂടി കൂട്ടി 40 വയസ്സിലാണ് ഇനി വരുന്ന എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷനിൽ ഏജ് വരുന്നത്. ഇനിയും ഇതിന്റെ അവസാനം നടന്ന ഒരു നിയമന സാധ്യതകൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വാലിഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നിയമനങ്ങൾ നടന്നിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ ആന്റിസിപ്പേറ്റഡ് എന്നൊരു പേരിലായിരിക്കും വരുന്നത്. പക്ഷേ എത്രത്തോളം നിയമനങ്ങൾ ഈ ഒരു പോസ്റ്റിൽ നടക്കും എന്നതിന്റെ ഒരു കൃത്യമായ ഒരു അസസ്മെന്റ് കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ DOE 11/9/2024 വരുന്നത്. അന്ന് വന്ന ദിവസം മുതൽ നമുക്കിനി 3 വർഷമാണ് മൊത്തം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. കറക്റ്റ് 3 വർഷം തികയുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വാലിഡ് ആവുകയും പിന്നീട് നിയമനം നടക്കുന്ന ആ റാങ്ക് ലിസ്റ്റിലുമായിരിക്കും. അതാണ് പുതിയ പാറ്റേൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നടന്ന എക്സാമിനേഷന്റെ സ്കോർ, അതായത് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 55.67 മാർക്കായിരുന്നു. ഇനിയും ആ ഒരു എക്സാമിനേഷനിൽ ഇതിനോടകം തന്നെ അഡ്വൈസ് പോയിട്ടുള്ളത് 72ആണ്. അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതായത് പകുതി കാലയളവിൽ തന്നെ ഏതാണ്ട് 72ഓളം അഡ്വൈസ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ലിസ്റ്റില് മൊത്തം 143 പേരാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് ഇനിയും ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതൽ സമയം ബാക്കി കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു 100-ൽ കൂടുതൽ ആൾക്കാർ, ഒരു 100-120 വരെയൊക്കെ നിയമനങ്ങൾ നടക്കാം. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് മുഴുവനും നിയമനം നടന്നുകൂടാഴുകയില്ല. അപ്പോൾ അതിനുള്ള സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ തന്നെയായിരിക്കും ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിലും നമുക്ക് നിയമന സാധ്യത വരിക. അതായത് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾക്ക് അനുസരിച്ച് PSC അഡ്വൈസ് കൊടുത്താണ് നിയമനങ്ങൾ നടക്കുന്നത്. നമ്മളൊരു ജനറൽ PSCയുമായിട്ട് ആവരുത് ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഇതിനെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ ആൾക്കാർ മസ്റ്റായിട്ടും വേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് തുടങ്ങേണ്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ ആ പഠനത്തിനൊരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ഒരു സൗജന്യ വെബിനാർ നൽകുകയാണ്. അപ്പോൾ ഈ വെബിനാർ വരുന്നത് ജൂലൈ 28 വൈകുന്നേരം 8 മണിക്കാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് തന്നെ പങ്കെടുക്കുക. അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒരു ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുകയും ആ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആയിട്ട് ഇതിനെ എടുക്കുക. നിങ്ങളുടെ കരിയർ മാറ്റിമറിക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിട്ട് ഇത് മാറും. അപ്പോൾ എല്ലാവരും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യുക. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിൽ നൽകിയിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.